Okay, the next question. Integral over 0 to pi by 2 root sin phi cos raised to 5 phi d phi. Integral over 0 to pi by 2 root sin phi cos raised to 5 phi d phi. നമുക്ക് സൈൻ ഫൈന് ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി ടി കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എക്സിൻ്റെ വാല്യൂ 0യും പൈ ബൈ 2 ആകുമ്പോൾ ടിയുടെ വാല്യൂ എന്താ വരാന്നുള്ളത് കാൽക്കുലേറ്റ്. എക്സ് 0 ആകുമ്പോൾ ടിയുടെ വാല്യൂ 0, എക്സ് പൈ ബൈ 2 ആകുമ്പോൾ ടിയുടെ വാല്യൂ 1. അത് ഇട്ട് കൊടുക്കുക. പിന്നെ സൈൻ ഫൈക്ക് ടീന്ന് കൊടുക്കാം. പിന്നെ കോസ് ഫൈവിനെ കോസ് റേസ് ടു 4 ഇൻറ്റു കോസ് ഫൈ ഡി ഫൈന്ന് എഴുതാം. അതിൽ ആ കോസ് ഫൈ ഡി ഫൈന് ഡി ടീന്നും കൊടുക്കാം. ഈ കോസ് റേസ് ടു 4 ഫൈനെ നമുക്ക് മാറ്റണം. അതിന് വേണ്ടി നമുക്ക് സൈൻ്റെ സൈൻ ഇൻ ടേംസ് ഓഫ് സൈനിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടീന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. സൈൻ ഫൈ ടി ആണല്ലോ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ ഫൈ ഓൾ സ്ക്വയറിന് എഴുതി. നമുക്ക് കോസ് സ്ക്വയറിന് അങ്ങനെ എഴുതാം, 1 മൈനസ് സൈൻ സ്ക്വയറിന് എഴുതാം. അപ്പോൾ കോസ് റേസ് ടു 4 ആയി കാരണം 1 മൈനസ് സൈൻ സ്ക്വയർ ഫൈ ഓൾ സ്ക്വയറിന് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ സൈനിന് ടീന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഓൾ സ്ക്വയറും കൂടി, അതായത് എ മൈനസ് ബി ഓൾ സ്ക്വയർ, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ റൂട്ട് ടീന് ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് വാല്യൂ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ആൻസറിലേക്ക് എത്തും. നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിൽ എക്സിന് നമ്മൾ ടാൻ തീറ്റ എന്നാണ് കൊടുക്കണത്. ടാൻ തീറ്റ എന്നാണ് കൊടുക്കുന്നത്. ഡി എക്സ് സിക്സ് സ്ക്വയർ തീറ്റ. എന്നിട്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ 0, എക്സിന് 1 ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ പൈ ബൈ 4. അത് കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എക്സിന് 0 കൊടുക്കുക, അപ്പോൾ എക്സ് ഈക്വൽ ടു ടാൻ ഫൈന്ന് കിട്ടും. അപ്പോൾ ടാൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയി. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, 0 to pi by 4 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. പിന്നെ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6 സ്ക്വയർ തീറ്റ ഡി തീറ്റയാണ്. അത് സൈൻ 2 തീറ്റയാണ്. അതെന്ന് പറയും. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റേനെ 2 തീറ്റ എന്ന് എഴുതാം. ആ 2നെ ഔട്ട് സൈഡും എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ മറ്റേ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇൻ്റഗ്രൽ എഫ് ജി, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ എഫ് ജി, ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ജി മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഇൻറ്റു ഇൻ്റഗ്രൽ ജി. ആ ഫോർമുല അതിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ തീറ്റ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാന്ന് ഇവിടെ എഴുതിയിട്ട് തീറ്റ ഇൻറ്റു 6 കൊടുത്തിട്ടുണ്ട് ഇൻ്റഗ്രൽ ടാൻ തീറ്റ. അപ്പോൾ തന്നെ ഈ ലിമിറ്റിൻ്റെ കേസ് ഒപ്പം എഴുതി പോവാം കേട്ടോ. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു 6 സ്ക്വയർ തീറ്റയുടെ ഇൻ്റഗ്രൽ തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി തീറ്റയാണ്. അങ്ങനെ ഓക്കെ, പിന്നെ ആ വാല്യൂ കൊടുക്കുക. 0 to pi by 4 വാല്യൂ കൊടുക്കുക. ലാസ്റ്റ് അങ്ങനെ വാല്യൂ കൊടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും ആൻസർ ആവും. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റഗ്രൽ എക്സ് റൂട്ട് 0 to 2 ഇൻ്റഗ്രൽ 0 to 2 എക്സ് റൂട്ട് എക്സ് പ്ലസ് 2. റൂട്ട് എക്സ് പ്ലസ് 2ന് ടീന്ന് കൊടുക്കുക. ടി ഈക്വൽ ടു എക്സ് പ്ലസ് 2. റൂട്ട് പോകാൻ വേണ്ടിയാണ് അവിടെ ടി സ്ക്വയർ ചെയ്യണത്. എന്നിട്ട് ഡി ടി കണ്ടുപിടിച്ചു. എക്സിന് 0 കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ റൂട്ട് 2, എക്സിന് 2 കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ 2. എന്നിട്ട് നമ്മുടെ ഇൻ്റഗ്രലിനെ അറേഞ്ച് ചെയ്തു. എല്ലാം സെയിം പോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തു. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എല്ലാം സെയിം ആൻസറാണ്. ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. പിന്നെ ഈ ഇൻ്റഗ്രൽ ചേഞ്ച് ചെയ്യണത്, ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മുടെ ഇൻ്റഗ്രലിനെ മാറ്റി എഴുതുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക ഈ എക്സസൈസിൽ നിന്ന്. സമയം കിട്ടുന്നതിനനുസരിച്ച് ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തോ. ഈ 5, 6, 5ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ഓക്കെ, അത്രയും കൂടി ചെയ്തിട്ട് ഈ എക്സസൈസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.